RSSുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള മൊബൈൽ ആപ്പ് ശ്രുതം പുറത്തിറക്കി. സംഘശതാബ്ദിയുടെ പശ്ചാത്തലത്തിലാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ആപ്പ് ലോഞ്ചിംഗ് നിർവഹിച്ചു. എളമക്കര മാധവനിവാസിലെ മാധവജി മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ആപ്പ് ലോഞ്ചിംഗ് നിർവഹിച്ചു. നന്മകളെ ജനങ്ങളിലെത്തിച്ച് ശരികളിലൂന്നി മുന്നോട്ട് പോകാനാകണമെന്ന് ജെ നന്ദകുമാർ പറഞ്ഞു. നമ്മൾ ഏറ്റവും ശരിയും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സേവാ സംബന്ധമായ രാഷ്ട്ര സംബന്ധമായ നന്മകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടേതായ വിധത്തിലുള്ള ഒരു വിവര വിതരണ ശൃംഖല ഉണ്ടാകണം, വിവര സമായോജന സംവിധാനം ഉണ്ടാകണം. ശരികളിൽ ഊന്നി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് ഉതകുന്ന വിധത്തിൽ നമ്മുടെ ഈ ശ്രുതം ഇപ്പോഴതിനെ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? സംഘത്വം നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പുതിയ മുളകൾ പൊട്ടിവരുന്നത്, ഇത്തരം പുതിയ ചെനപ്പുകൾ ഉണ്ടായി വരുന്നു. അത് നമ്മുടെ ആ ആന്തരികമായ ശക്തിയുടെ ദൈവികത്വത്തിന്റെ ഉദാഹരണമാണ്. RSS കൊച്ചി മഹാനഗരം സംഘചാലക് അഡ്വക്കേറ്റ് പി വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എസ് സുരേഷ് ആപ്പ് പരിചയപ്പെടുത്തി. RSS ദക്ഷിണ കേരളം പ്രാന്തബോധി പ്രമുഖ് പി ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. സ്വയംസേവകർ പ്രാർത്ഥനയിൽ നടത്തുന്ന പഞ്ചഗുണ യാചനകളിലൊന്നായ ശ്രുതം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ആപ്പിന് ഈ പേര് നൽകിയിരിക്കുന്നത്. വ്യക്തി നിർമ്മാണത്തിന് ആവശ്യമായ ആശയ ദൃഢത നൽകുന്ന ഗണഗീതങ്ങൾ, സുഭാഷിതങ്ങൾ, അമൃതവചനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ ആപ്പിലൂടെ ലഭ്യമാകും. സ്വയംസേവകർക്ക് പുറമെ RSSനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിനും ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ആപ്പിന്റെ രൂപകൽപ്പന. കേരളത്തിൽ സംഘത്തിന്റെ പേരിൽ പുറത്തിറങ്ങുന്ന ഒരേയൊരു ആപ്പ് കൂടിയാണ് ശ്രുതം. ജനം, കൊച്ചി.